മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. ചിക്കുവിന്റെ പഴയ കാമുകിനെ തേണ്ട ഈ സ്കൂളിൽ നിന്ന് ചിക്കു വിളിച്ചിറക്കി ഈ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും ചിക്കു? പ്രണയിച്ചു. ഞാൻ പ്രണയിച്ചതല്ല, ഇവര് ഒരു റൂമിന്റെ ഉള്ളില് അത്രയൊന്നും പറയണ്ട, അങ്ങനെയൊന്നുമില്ല. ചുമ്മാ ക്ലാസ് പ്രണയ ദിനത്തിൽ ഫെബ്രുവരി കണ്ടിരിക്കാന്ന് പറഞ്ഞത്. എനിക്ക് വ്ലോഗ് എടുക്കണം. അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളുള്ളത് ആരോമൽ, അച്ചു. ഇതല്ല ആരോമല്, അത് ആരോമല്, ഇത് അച്ചു, അത് അമ്പാടി. ആരോമല് UK പോവാൻ പോവാണ് നാളെ. അച്ഛ എവിടെയെങ്കിലും ഒക്കെ പോവും. അവൻ MBBS തേർഡ് ഇയർ ആണ്. ഇതെന്റെ കെട്ടിയവൻ വണ്ടി ഓടിക്കണം. അപ്പൊ നമ്മള് ഇവനെ കൊണ്ടാക്കാൻ പോവാണ്, ഡോക്ടറിനെ കൊണ്ടാക്കാൻ പോവാണ്. എങ്ങോട്ട്? റെയിൽവേ സ്റ്റേഷനിലോട്ട്. ഇനി ഏത് വൈബ്? കസിൻ വൈബ്. യെസ്. ഞാനിടും നിന്റെ UK. എനിക്ക് കോണ്ടന്റ് വേണം. ഞാൻ വ്ലോഗ് എടുക്കും. ഇവനെ നാളെ കൊണ്ടാക്കുന്നത് ഞാൻ വ്ലോഗ് എടുക്കും. എടാ, ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് നീ UK എത്തിയതിനു ശേഷമായിരിക്കും. എവിടെയാ മനസ്സിലാക്കി നിങ്ങൾ എല്ലാരും ഇടണം. ഞാൻ അവിടെ വന്നിട്ട് അത് കണ്ടിട്ട് ഏതെങ്കിലും ഞാൻ പോയി 2 വർഷം കഴിഞ്ഞിട്ട് സെറ്റ് ആയിട്ട് ആണെങ്കിൽ പിന്നെ അവിടെ ഇവിടെ ആൾക്കാർ പറഞ്ഞറിയില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ തന്നെ പറഞ്ഞറിയില്ലാരും. അല്ല, ഇതൊക്കെ എളിമയാണ്. ഇപ്പൊ നീ പോയിട്ട് നീ ഇടണം, എന്നിട്ട് ഇത് കണ്ടിട്ട് ജീവിതം എന്നിട്ട് എന്തെങ്കിലും വന്നിട്ട് ആ പെമ്പിള്ളേർ ചേട്ടനെ കെട്ടിയാ എനിക്ക് UK പോവാം. നാളെ ഇവനെ നമ്മൾ കൊണ്ടാക്കാൻ ട്രിവാൻഡ്രം പോകുന്നതാണ്. അപ്പൊ നാളത്തെ വ്ലോഗ് ഞാൻ എടുത്തിടുന്നതായിരിക്കും കേട്ടോ. എല്ലാരും വാച്ച് ചെയ്യണം. ലൈവ് ഇടുന്നതായിരിക്കും. മകനെ തിരികെ ഇരട്ട് പിള്ളേര്. അവ കുട്ടന്റെ വൈഫിനെ കണ്ട സദാചാരം. ഒരു പെൺകുട്ടി ഇതിലെ റെഡ് ലിപ്സ്റ്റിക് ഇട്ട് പോയതിന് എന്റെ കെട്ടിയവൻ പറയുന്നു ആ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കിന്റെ നിറം കടുത്തു പോയെന്ന്. ഞാൻ നോക്കട്ടെ. അതുകൊണ്ട് പറയാൻ വന്നത്. അതായത് ചുണ്ട് ഇത്തിരി ഇങ്ങനെയാണ്. ഞാൻ വെച്ചിന് മറ്റേ ചുണ്ടിങ്ങനെ പിള്ളേര് ബോട്ടിലൊക്കെ വെച്ചിങ്ങനെ ചെയ്യൂലോ. അതല്ല പക്ഷെ ഫില്ലിംഗ് ആയിരിക്കും ഉദ്ദേശം. അതല്ല സാധനം. ഫില്ലിംഗ് അല്ല, ഇങ്ങനെ വാക്യൂം അറിയത്തില്ല. എനിക്കറിയത്തില്ല. ഫില്ലിംഗ് ഫില്ലിംഗ് എന്താ എന്തുവാ? ഫില്ലിംഗ് ഇഞ്ചക്ഷൻ ചെയ്യുന്നതാണ് ഫില്ലിംഗ്. വലുതാവുന്നത് എൻലാർജിങ് അല്ലേ? ഫില്ലിംഗ് എന്ന് പറയുന്ന സാധനം കുത്തി കെട്ടുന്നില്ലേ? അതിന് എൻലാർജ്മെന്റ് എന്നല്ലേ പറയുന്നത്. ഈ ബോട്ടിൽ വെച്ച് ആരും ചെയ്യത്തില്ല. ഇതൊക്കെ ആരാ പറഞ്ഞതെന്ന്? പെമ്പിള്ളേർ നിനക്ക് അറിയാത്ത മിക്കുള്ള പെമ്പിള്ളേരും ചെയ്യുന്നത് അതാണ്. എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു ഇത് ബ്രഷ് ഇട്ടാൻ. ഇപ്പൊ എന്റെ കൂടെ കുറെ ആൾക്കാർ കഴിക്കാം. അത് ഞാൻ എന്ത് ചെയ്യുന്നത്? 2 കൈ അടിക്കും. അപ്പൊ ചുണ്ട് ചുമത്തിരിക്കും. എന്റെ എല്ലാവർക്കും അല്ല, എന്റെ എത്ര മിക്കുള്ള ചിഹ്നം അല്ല. അത് ഞാൻ 2 കൈ അടിച്ചത് എങ്ങനെ ഇടയ്ക്ക് കഴിക്കും എന്നുള്ള ഈ പാവപ്പെട്ടമാര്. അത് സ്വാഭാവികം. നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷൻ എത്തി. നമ്മുടെ ഡോക്ടറെ നമ്മള് ഇവിടെ ഇപ്പൊ കളഞ്ഞിട്ട് പോകുന്നതായിരിക്കും. പോയി വരും. അടുത്ത ദിവസം ഞങ്ങളെ കാണണമെങ്കിൽ അമ്പാടി ബൈ ബൈ. നീ ഒരു കാര്യം എല്ലാ ശനി ഞായറും ഇറങ്ങിക്കോ. അച്ഛന്റെ കോളേജിൽ പോയി നമുക്ക് നിനക്ക് വേണ്ടി പറ്റിയ പിള്ളേർ നോക്കാം. എല്ലാം എടുത്താ? ബാക്കിൽ നിന്നൊക്കെ എടുത്താ? ചോക്ലേറ്റ് എടുത്താ? ചോക്ലേറ്റ് ഡോക്യുമെന്റ്സോ? ചോക്ലേറ്റ്സ് ഇവളുടെ കയ്യില് കൊടുത്തില്ലേ നമ്മള്? അതല്ല കൊണ്ടുവന്നായിരുന്നു നമ്മള്. ഇല്ലേ? വിട് തുറക്ക്. എന്തോ ഇത് വീട്ടിൽ തന്നെ ഇരിക്കും. എനിക്കറിയില്ല. ഞാൻ മമ്മിയെ വിളിച്ചു ചോദിക്കട്ടെ.
എടാ എടുത്തില്ലേടാ, അവിടെ ടേബിളിന്റെ മേലെ എടുത്ത് വെച്ചായിരുന്നു. ഞാനാണെങ്കിൽ മറ്റേ ആ സാധനവും ആ കണ്ണാടിയും ഞാൻ എടുത്തു. അപ്പൊ ശരി, ഓക്കെ ബൈ ബൈ. കാണാം. എടാ സോറിയടാ, ഞാൻ എടുത്തില്ലടാ, എടുത്തില്ലെന്നോ. അവിടെ വെച്ചേക്കാം. കുഴപ്പമില്ല, അവിടെ വെച്ചേക്കാം. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. അത് വെച്ചാ, അത് വെച്ചാ. അങ്ങോട്ട് വരുന്നുണ്ടോ? ചില വരും. പറയണം. ആ തീർച്ചയായിട്ടും. നമുക്ക് കോഴിക്കോട് പോയിട്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അവൻ പഠിക്കണത്. അപ്പം നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജ് കോഴിക്കോട് വേണമെങ്കിൽ നമുക്ക് ഫുഡ് ബ്ലോഗ് ഒക്കെ ചെയ്യാം. അവനെ വിളിച്ചോണ്ട് പോയിട്ട് നല്ലൊരു തീരുമാനം. നല്ലൊരു ഐഡിയ ആയിരിക്കത്തില്ലേ ഇത്? നീ എങ്ങോട്ടാ? എന്റെ അമ്മ വിടുവോ? നീ എങ്ങോട്ടാ? ഇനി എങ്ങോട്ടാ? നീ എങ്ങോട്ടാ? നെക്സ്റ്റ് ഞങ്ങക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടടാ. അത് എന്താ പറയണത്, അത് മേടിക്കണം. ഗോൾഡ് മറ്റേ കല്യാൺ ജ്വല്ലേഴ്സിൽ കയറാം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. പക്ഷെ അതിന് മുന്നേ ഇവിടെ ആക്കാം. പയ്യെ പോയാ മതി. അയ്യോ ഇല്ല, എന്നാ എന്നെ ആ ഇവിടെ നിന്ന് ആക്കാവോ? ലെൻസ് കാർട്ടിൽ പോവാം നമുക്ക് ആദ്യം. എന്നാ ലെൻസ് കാർട്ട് എവിടെയാ? ലെൻസ് കാർട്ട് രണ്ടാം കുറ്റിയാ. രണ്ടാം കുറ്റിയല്ല, മൂന്നാം കുറ്റി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ ഇവിടെ ഉണ്ടോ ലെൻസ് ആ കാർട്ട്? ഇവിടെ ലെൻസ് കാർട്ട് ഉണ്ട്. ഓക്കെ, അവൻ മുന്നേ പോവും. നിനക്ക് സൺഗ്ലാസസ് അല്ലേ നീ മേടിക്കാൻ പോണേ? ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഗ്ലാസ്. ഓ മണ്ടല് ഓ AC വേണം. ഓക്കെ, ആ അപ്പം ജസ്റ്റ് ഒന്ന് കാണുക. അവന്റെ നേരെയാണോ? നേരെ നേരെ പോട്ടോ, ഞാൻ പറയാം. ഞാൻ ആ ചോക്ലേറ്റ് എടുത്ത് കൈ പിടിച്ചായിരുന്നു. ഞാനാണെങ്കിൽ ആ ചോക്ലേറ്റ് ഇരിക്കുവാന്ന് പോയി വിചാരിച്ചിട്ടാണ് എടുത്തിട്ടില്ലല്ലേ? അത് രണ്ടും എടുത്തത്. സോറി, ബോ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്തായാലും മറന്നുപോയി. അത് ഇവിടെ എവിടെയെങ്കിലും കിട്ടുമല്ലോ. മുടി ഇങ്ങനെ ഒന്നും കട്ടിയില്ലാത്തോണ്ട് ഭയങ്കര വൃത്തിയായിട്ടായി. ഓ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ കിട്ടും, മേടിച്ചു വെച്ചാൽ നമ്മളിപ്പോ എവിടെയെങ്കിലും എത്തുമ്പോഴത്തേനും ഞാൻ ഇനി എടുക്കാം. പക്ഷേ എനിക്ക് അവനത് കൊടുക്കാൻ പറ്റത്തോണ്ട് വിഷമാവുന്നു. കുഴപ്പമില്ല, എന്റെ മുട്ടായി പോലെ എനിക്ക് വിഷമം. കോളേജിനകത്തോണോ? അല്ല ഞാൻ പറയാം കറക്റ്റ് സമയം. ഇന്നലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി, അതിന്റെ കുറച്ച് മുന്നേ. അതായത് ഞാൻ പഠിച്ച കോളേജ് SM കോളേജ് ഇതല്ല, മാടന്റെ അടുത്ത് SM കോളേജിന്റെ സൈഡിലേക്ക് കെട്ടിയോ? അവിടെ ഒരെണ്ണം ഉണ്ട്. ശരി ശരി. എന്ത് കോളേജിലാണ് ഞാൻ പഠിച്ചത്? പലരും കൊതിക്കുന്ന കോളേജ്. അതെ, പലരും ഒന്ന് നീ ഇവിടെ ഇല്ലേ? കേറി പറ്റാൻ കൊതിക്കുന്ന കോളേജ്. പിള്ളേർക്കൊന്നും ഒരു മാറ്റമില്ലല്ലോ, എല്ലാം കണക്കാണല്ലോ. എവിടെയെങ്കിലും ഇറങ്ങുമ്പം അല്ലെങ്കിൽ ഇവനെ ആക്കുമ്പോഴത്തേനും നമുക്ക് ടാറ്റ പറയുന്ന വീഡിയോ എടുക്കാം. ഇനി അടുത്തത് നമ്മളിപ്പം മമ്മിക്ക് ഒരു എന്താ പറയണത്, ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്സിജനിൽ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലത് കിട്ടുവാണെങ്കിൽ മമ്മിക്ക് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ബിക്കോസ് എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഫോണിനാണെങ്കിൽ വലിയ ഇതില്ല. അപ്പം അത് കൊടുത്തിട്ട് മമ്മിയുടെ ഫോൺ ഞാൻ മേടിച്ച് കഴിഞ്ഞാലും ഗുണമൊന്നുമില്ല. ഇത് എടുത്തിട്ടുണ്ടല്ലോ, കയ്യിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ പുറത്തു പോയിട്ട് ഒരു ഓപ്പോയുടെ ഞാൻ ഓൺലൈനിൽ കാണാം. F29 Pro നിർത്തി സാർ. ഇപ്പോൾ 31 രൂപയായിരിക്കും. ആണോ? നമ്മൾ നത്തിങ്ങിൻ്റെ ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതവിടെ കിട്ടിയതും ഇല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറെ നമ്മൾ കണ്ടതും ഇല്ല. സോ നമ്മൾ എടുക്കാണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി കേട്ടോ. നമ്മളിപ്പോ പോകുന്നത് ലുലുലോ കല്യാൺ ജ്വല്ലേഴ്സിലോട്ട് പോവാണ്. ജ്വല്ലേഴ്സ് ഇങ്ങനെ പോയി അങ്ങനെ കറങ്ങി തിരിച്ചു വരണമല്ലോ. അങ്ങനെ അവിടെ നിന്ന് കയറിയ പോയിരുന്നു. അയ്യോടാ സോറി, എനിക്ക് വേണ്ടിയിട്ടാ. കല്യാൺ ജ്വല്ലേഴ്സ് അവിടെ അല്ല, കല്യാൺ സിൽക്സ് ആണ് അവിടെ. കല്യാൺ ജ്വല്ലേഴ്സ് അവിടെയാ. ആ ഈ വഴി അറിയാത്ത ആൾക്കാരുമായിട്ടാണല്ലോ നമ്മള് പോകുന്നത്. ഞാൻ ഇടയ്ക്ക് മറവി രോഗം കൊണ്ടു നീയൊക്കെ എന്നെ മുതലാക്കല്ലേ. ചിക്കുവിന്റെ പഴയ കാമുകിനെ ഇതേണ്ട ഈ സ്കൂളിൽ നിന്ന് ചിക്കു വിളിച്ചിറക്കി ഈ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് ചിരിക്കുന്നു, എന്നിട്ട് കൊച്ചു കള്ള ചിരിക്കുന്നു. കാണിച്ചു തരാം ഫേസ്.
എന്നിട്ട് എന്ത് ചെയ്യും ചിക്കു? അങ്ങനെയല്ല, അവരിങ്ങനെ കൈയൊക്കെ പിടിച്ച് സംസാരിച്ചൊക്കെ നിക്കുവല്ലേ ചിക്കു? മറ്റേ ഈ സിനിമയല്ലേ പറയല്ലോ, മീനത്തിൽ തലയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിലക്കപ്പെട്ട കനിയാണ്, ഇവിടെ വിധിക്കപ്പെട്ട കനിയാണ്. അവളുടെ അച്ഛൻ അന്ന് ഇവളെ എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാ കൊല്ലത്തുണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ട്രെയിനും പിടിച്ച് ട്രിവാൻഡ്രത്തുനിന്ന് കൊല്ലം വരും. അതെ, എന്തിനാ സ്കൂള് മാറ്റിയത്? +2 ഇവര് പ്രണയിച്ചു. ഞാൻ +2 പ്രണയിച്ചതല്ല, ഇവര് ഒരു റൂമിന്റെ ഉള്ളില് അത്രയൊന്നും പറയണ്ട, അങ്ങനെയൊന്നുമില്ല. ചുമ്മാ ക്ലാസ് പ്രണയ ദിനത്തിൽ ഫെബ്രുവരി റൂമിന്റെ ഉള്ളില്, ക്ലാസ് റൂമിന്റെ ഉള്ളില് നിന്നിട്ട് അവര് ഗിഫ്റ്റ് കൈമാറി. ഗിഫ്റ്റ് ഒന്നുമല്ല, അന്ന് 14 ഫെബ്രുവരിയുടെ അത്രേ ഉണ്ടായുള്ളൂ. അന്ന് ഇപ്പത്തെ ജെൻസി പിള്ളേർ കാണിക്കുന്നതിന്റെ എഴുത്ത് പോലും ഞാൻ ചെയ്തില്ല. പക്ഷെ ആൾക്കാർ അത് ഇമ്മോറൽ ട്രാഫിക് ഇമ്മോറൽ ട്രാഫിക് ആക്കി. ടീച്ചേഴ്സ്, അന്നത്തെ ടീച്ചേഴ്സ്, വൃത്തികെട്ട ടീച്ചേഴ്സിന് ഒരുമാതിരി മഞ്ഞപ്പത്രത്തിലെ ആൾക്കാരായിരുന്നു അവർ. വിളിച്ച് 2 ഗുണദോഷണം ചെയ്തിട്ട് പറഞ്ഞു വിടുന്നതിന് പകരം അവരതങ്ങ് ആഘോഷിച്ചു. ചിക്കുവിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിക്കുന്നു, ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിക്കുന്നു. പാവങ്ങള് ഗിഫ്റ്റ് കൊടുത്തതേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ആൾക്കാർ വേറെ രീതിയിലോട്ട് തന്നെ ചിത്രീകരിച്ചിട്ട് ആ കുട്ടീനെ ലാസ്റ്റ് മാനസികമായി ഹരാസ് ചെയ്തിട്ട് അതുകൊണ്ട് ഇവർക്ക് ഗുണമായി. ഒന്നുകൂടെ വൃത്തിയായിട്ട് പ്രേമിക്കാൻ പറ്റി ഇവിടെ കൊണ്ടാക്കിയപ്പോഴത്തേനും. അവിടെല്ലേ ആൾക്കാരെ അറിയാവുന്നത്. അങ്ങനെ എന്തെല്ലാം സ്റ്റോറികൾ. ഈ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്റെ ബ്രേക്കപ്പ് കഥയിൽ? അതെ കുട്ട ബാക്കില് ഇതാ ഇറക്കാവുന്നതായിരുന്നു. ഇനിയിപ്പോ നോക്കണ്ട, ഇനി എങ്ങനെ ബാക്ക് എടുക്കാനാ? റിവേഴ്സ് എടുക്കാം. ഈ പരിപാടി UK ആയിരുന്നെങ്കിൽ നടക്കും. നല്ല അടിപൊളി പറ്റി കിട്ടത്തില്ലേ? ചിക്കു എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചു തരാൻ പോവാ. ചിക്കൻ ഇവിടെ ആക്കിയിട്ട് ഇപ്പൊ ഓടും. ഞാൻ വാങ്ങിച്ചു കൊടുക്കും. പിന്നെന്തോ വേണം? അവളുടെ 1 ലക്ഷം രൂപ അതേതായിരുന്നു? അതെനിക്ക് ആലോചിക്കുന്നേ. അതെനിക്ക് പൈസ എനിക്ക് ഓർമ്മ. ശരി, 1 ലക്ഷം രൂപയോളം എല്ലാം കൂടെ ചേർത്തിട്ട്. അല്ല, അതെടുക്കുന്നതേ ഉള്ളൂ. എടുത്തു. എന്താ? അത് രണ്ടും എടുക്കാം. ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അതെ. അത് നോക്കിട്ടേ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ മാഡം. ഉള്ള എല്ലാവരും ഈ ക്യാമറക്കകത്ത് ഡിസ്കൗണ്ട് അങ്ങ് അറ്റെത്തിച്ചോ. അതായത് ഇതിനോട്ട് പറഞ്ഞത് നിങ്ങൾ ഭയങ്കര സ്പീഡാണല്ലോ ഇങ്ങനെ പ്രാക്ടീസ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അവിടെ കുത്തുന്നത്. ഇനി അടുത്ത പ്രാവശ്യം നോക്കണം. ചെയ്തിട്ടേ ഈ തിരിക്കുന്ന അല്ലാതെ ഇങ്ങനെ കേറ്റിയിട്ട് ഇങ്ങനെ വളച്ചു വെക്കുന്ന ടൈപ്പ് വല്ലതും ഉണ്ടോ? എന്നെ വിളിച്ചോണ്ട് പോവോ? വേറെ മോഡലാണെങ്കിലോ? നിന്നെ എവിടെ കൊണ്ടാക്കണം? നമ്മള്
എന്നെ ജസ്റ്റ് ഒന്ന് ലൈൻസിൽ കയറ്റിയ അല്ല എന്നെ ഇറക്കിയിട്ട് അവിടെ നിന്ന് ഞാൻ പോവാൻ പോവാണോ? സെറ്റ് ചെയ്യാൻ സമയമില്ല. കണ്ണിന് മരുന്ന് ഒഴിക്കട്ടെ, ഇല്ലെങ്കിൽ ടൈം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് ജ്വല്ലറിന്ന് ഇറങ്ങിയിട്ടിപ്പം ആരോമലിനെ കൊണ്ടാക്കാൻ പോവുകയാണ്. ആരോമൽ നിന്നെ മാടത്തന്നെ കൊണ്ടാക്കിയാൽ മതിയോ? നീ എന്നിട്ട് അവിടെ കഴിയുമ്പോ വിളിക്കും, ഞങ്ങൾ വിളിക്കാൻ വരാം. ഞാൻ തിരിച്ചു പോകാൻ എനിക്ക് എന്നിട്ട് പറ്റുമെങ്കിൽ കണ്ണിൽ മരുന്ന് ഒഴിക്കണം, ഇല്ലെങ്കിൽ ചാൻസ് വളരെ കുറവാണ്. 6 PM ആയില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. I think it won't happen. Let's see then. അയാള് ഒരു മീശ താടിയെല്ലാം മുടി വളർത്തിയ ഒരുത്തൻ മേലി വന്നിട്ട് നമ്മളെ എന്തുവായിരുന്നു പറയുന്നത്? നിങ്ങൾ ആരും ശ്രദ്ധിച്ചായിരുന്നു? അല്ല അവൻ വേറെ എന്തോ നോക്കി പറയുന്നവർ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ മീശയും താടിയോ? ഇല്ല മീശ താടി ഇല്ല, മുടി ഞാൻ കണ്ടിപ്പോ ആദ്യം എനിക്ക് എന്താ കലിപ്പ് വീഴോ? എനിക്കും കലിപ്പ് തോന്നിയത് ആദ്യം. നമ്മളെ തോന്നലായിരുന്നു. പിന്നെ മേ ബി അവരെന്തോ പറയുകയും ചെയ്തു നമ്മൾ ഇറങ്ങിയപ്പോ അവിടെ നിന്നിട്ട്. ഞാൻ അവനെ കെട്ടിടത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലും എക്സ്ട്രാ ഇട്ടോളായി. മറ്റേ പുള്ളിക്കാരനല്ലേ വീണ്ടും ഡിസ്കൗണ്ട് നല്ല ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നിന്റെ സ്വർണത്തിന്റെ ഡീലിങ്സ് ഒക്കെ ഞങ്ങൾ ചെയ്തോളാം കേട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ. അല്ല അപ്പൊ എല്ലാവരും പുറത്തുനിന്നൊക്കെ സ്വർണം മേടിക്കുന്ന ലാഭം എന്നൊക്കെ ദുബായിൽ നിന്ന് മേടിക്കുന്നത് ലാഭമാണ്. ടാക്സ് അവിടെ ഇല്ല. കാരണം 5 ഉപ്പയൊക്കെ ഒരു ടൈമില് സ്വർണ്ണമൊക്കെ കൊണ്ടുവരുമായിരുന്നു നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിലേ. അപ്പൊ ഞാൻ ആലോചിക്കും ഇവിടെ നിന്ന് ഇത്ര പൈസ UK മേടിക്കുന്നതാണോന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും പറയും UK മേടിക്കുന്ന ലാഭമല്ല. UK ഞാൻ ഒരു മാല എടുത്തിട്ട് ഞാൻ പറയില്ല 100 പൗണ്ടാണ് ഞാൻ ടാക്സ് അടിച്ചത്. അവസാനം ഞാൻ നോക്കിയപ്പോ 100 ടാക്സ് എന്ന് കണ്ടു. അപ്പൊ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു വേണ്ടെന്ന്, എനിക്ക് ഇത്രയും ടാക്സ് എടുക്കും, ഞങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നാട്ടിൽ പോകുന്നുണ്ട്, അപ്പൊ ഞാൻ എടുത്തോളാം. അപ്പൊ അയാള് പറയാണ് ബില്ലടിച്ചു പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലായിരുന്നു എടുത്ത്. എന്നിട്ടോ ആ മാല കൊണ്ടുപോയി കളയും ചെയ്തു. 100 പൗണ്ട് ഞാൻ ടാക്സ് അടച്ചത് ആ മാലക്ക്. 100 പൗണ്ട്. പോലീസിന്റെ ഒരു ഗ്ലാസസ്, പ്രാഡയുടെ ഒരു ഗ്ലാസസ് ആണ്, ആൻഡ് ഒരു സ്വർണ്ണമാല. ഗ്ലാസ് അല്ലേ? ഗ്ലാസസ് എന്നാ പറയുന്നത്. ഇത്ര സാധനം കൊണ്ട് കളഞ്ഞു. ഇവന് വ്ളോഗിൽ കയറ്റരുതെന്നാണ് ഇവൻ പറയുന്നത്. അവൻ ഒളിച്ചിരിക്കാൻ നോക്കുന്നു, പക്ഷെ അവൻ ഒളിക്കാൻ പറ്റില്ല. ഇൻവെർട്ടർ ആണ്. പോവാണ്. ബൈ 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 ആരോമൽ. എടാ നീ ഞങ്ങളോട് വന്ന് ഞങ്ങൾ തിരിച്ചു വരും കുറച്ച് കഴിയുമ്പോ. പറഞ്ഞോ നീ നോക്ക് ഇവനെ ഓടിപ്പോയിട്ട് എന്തായാലും വിളിക്ക്. എണ്ണ വേണ്ടല്ലോ, മേടിച്ചില്ലേ? മേടിച്ച് എന്തായാലും വിളിക്കേട്ടോ. ഇതിനകത്തൊരു ബാഗ് ഇരിപ്പുണ്ട്, ഇടുക്കി ഡിക്കി ഉറക്കൂട്ടോ. അങ്ങനെ ആരോമൽ പോയിരിക്കുന്നു. ഓക്കെ ബൈ ബൈ. അച്ചു നിനക്ക് ബോറടിക്കുന്നുണ്ടോ അച്ചു? ഫാൻ വേണ്ടായിരുന്നു. നമ്മളിപ്പം എവിടെ വന്നത്? ഒരു ഫാമിലി റെസ്റ്റോ ബാറിലാണ്. ആരെങ്കിലും കേക്കിയോ? വിധു അല്ല ചാത്തന്നൂര്. 3 പേരേ ഉള്ളൂ. നമ്മുടെ കൊല്ലത്ത് ഹോട്ടൽ സീ പാലസിലാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോ ബാർ ഉള്ളത്. സംഭവം അടിപൊളിയാണ്, വൈബാണ് അതിൻ്റെ ഉള്ളിൽ. ഫാമിലി റെസ്റ്റോ ബാർ ആണ് കേട്ടോ. ഫാമിലീസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ കുറച്ച് ഡ്രിങ്ക്സും ഫുഡും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ചിക്കൻ ബോംബോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സാധനമാണ് നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സംഭവം അടിപൊളിയാണ്. പക്ഷെ മയണൈസ് ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുക. പിന്നെ ഈ ജാറിലിരിക്കുന്ന മുറുക്കൊക്കെ കണ്ടില്ലേ, നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ.
എനിക്കിഷ്ടം. മെയിൻ കോഴ്സായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷേക്കും ഫ്രൈഡ് റൈസും അതുപോലെ നൂഡിൽസും ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളാണ്. ഇതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് പണ്ടാറ് മടങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.